വേദപുസ്തകം പറയുന്ന 3 ദൈവങ്ങളുണ്ട് കേട്ടോ. വേദപുസ്തകം പറയുന്ന 3 ദൈവങ്ങളുണ്ട് കണ്ടോ. ബൈബിൾ പറയുന്ന 3 ദൈവങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ആരോ എന്നെ രൂക്ഷമായിട്ട് നോക്കുന്നു. പാസ്റ്ററേ, ബൈബിളിൽ പറയുന്ന 3 ദൈവങ്ങളാണോ? അതെ, ബൈബിളിൽ പറയുന്ന 3 ദൈവങ്ങൾ. എന്താ ബൈബിളിൽ പറയുന്ന 1-ാമത്തെ ദൈവം? വേദപുസ്തകം പറയുന്ന 1-ാമത്തെ ദൈവം ഈ ലോകത്തിൻ്റെ ദൈവത്തെക്കുറിച്ചാണ്. ആ വാക്യം ഇങ്ങനെയാണ് കിടക്കുന്നത്: ഈ ലോകത്തിൻ്റെ ദൈവം, സത്യസുവിശേഷത്തിൻ്റെ സത്യം ലോകത്ത് പ്രകാശിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുട്ടാക്കി കളഞ്ഞു. എന്താ പദത്തിൻ്റെ അർത്ഥം? ഈ ലോകത്തിൻ്റെ ദൈവം ഒരു ഉത്തരവാദിത്വത്തിനകത്ത് ഏർപ്പെട്ടിരിക്കുന്നു. ഗൗരവമുള്ളൊരു പദമാ, ശ്രദ്ധിച്ചു കേട്ടോണം. ഈ ലോകത്തിൻ്റെ ദൈവം ഒരു ഉത്തരവാദിത്വത്തിനകത്ത് ഏർപ്പെട്ടിരിക്കുന്നു. എന്താ ഉത്തരവാദിത്വം? സത്യസുവിശേഷത്തിൻ്റെ ശക്തി ലോകത്ത് പ്രകാശിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുട്ടാക്കി കളയുക. അർത്ഥം, ഇതുപോലത്തെ 15 യോഗമല്ല 180 കൺവെൻഷനുകൾ ഇവിടെ നടത്തിയാലും ചിലതിനെ വിശ്വാസത്തിൽ കൊണ്ടുവരികയില്ല, ചിലതിനെ സ്നാനക്കടവിനകത്ത് ഇറക്കത്തില്ലെന്ന് പറഞ്ഞ് ഇനി ഇവിടെ എന്തോരം ചങ്കുകീറി പ്രസംഗിച്ചാലും ഞങ്ങൾ അഭിഷക്തന്മാർ പാടിയ പാട്ടിനകത്ത് വെളിപ്പെട്ടു വന്ന ദൈവസാന്നിധ്യം നമ്മൾ അനുഭവിച്ചവരല്ലേ. ഇതുപോലത്തെ 1000 അഭിഷക്തന്മാർ നിരന്ന് പ്രസംഗിച്ചാലും പാടിയാലും ഈ ദേശത്തിനകത്ത് ചിലർ വിടിവിക്കപ്പെടത്തില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്ന ഒരു ലോകത്തിൻ്റെ ദൈവമുണ്ട്. അതെല്ലായിടത്തുമുണ്ട്. ഈ ട്രിവാൻഡ്രത്തിന്റെ പ്രാന്തപ്രദേശത്തിനകത്തുമുണ്ട്. വേദപുസ്തകം പറയുന്ന 2-ാമത്തെ ദൈവം കേൾക്കണമേ, അത് അന്യദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. അന്യദൈവം എന്ന് പറഞ്ഞാൽ അത് ജാതീയ ദൈവങ്ങളാണ്. ബൈബിളിൽ പറയുന്ന 1-2 വാക്യങ്ങൾ ഞാൻ പറയാം, നിങ്ങൾക്ക് കാണാതറിയാം. ആമേൻ, സ്തോത്രം. ജാതീയ ദൈവത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്ന 1-2 കാര്യങ്ങൾ: അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലോ കേൾക്കുന്നില്ല, ഹൃദയം കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, നിരൂപിക്കുന്നില്ല, മനസ്സുകൊണ്ട് ചിന്തിക്കുന്നില്ല, തൊടുന്നില്ല, സ്പർശിക്കുന്നില്ല, പോകുന്നില്ല, കൊടുക്കുന്നില്ല, വാങ്ങുന്നില്ല. അത് നിർജീവത്വമാണ്. അങ്ങനെ കിടക്കുന്ന ജാതീയ ദൈവങ്ങളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. ഞാൻ ആ ഭാഗം വിശദീകരിക്കും, ഇപ്പോൾ തക്കാലം ഹോൾഡ് ചെയ്ത് പിടിക്കാം. എന്നാൽ 3-ാമത് ബൈബിൾ പറയുന്ന ദൈവത്തെക്കുറിച്ച് കേൾക്കണമേ, അതിൻ്റെ പേരാണ് സത്യദൈവം എന്ന് പറയുന്നത്. സ്തോത്രം. ആകയാൽ ആ സത്യദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളാണ് ഇന്ന് രാത്രിയിലെ യോഗത്തിനകത്തും വന്നിരിക്കുന്നത്. ഇതൊരു യുദ്ധമാണ് പ്രിയപ്പെട്ടവരെ. ഈ ലോകത്തിന്റെ ദൈവത്തോടും അന്യദൈവങ്ങളോടും സത്യദൈവം പോരടിക്കുന്ന ഒരു യുദ്ധമാണ് ഈ രാത്രിയിലും ഇവിടെ സജ്ജമായിരിക്കുന്നത്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇതിന്റെ ഒടുവിലത്തെ ജയം എന്താകുമെന്നാണ് ദേശത്തിന് അറിയേണ്ടത്. സംശയമില്ലാതെ ഇന്ന് രാത്രി ഞാൻ പറയാം, ഇതിന്റെ ജയം പിശാചിൻ്റെതായിരിക്കത്തില്ല. ഇതിന്റെ ഒടുവിലത്തെ ജയം അന്യദൈവത്തിൻ്റെതായിരിക്കത്തില്ല. ഇതിന്റെ ഒടുവിലത്തെ ജയം സത്യദൈവത്തിൻ്റെതായിരിക്കും. ആ പേരിനകത്ത് തന്നെ അതിന്റെ അർത്ഥമുണ്ട്. അവൻ സത്യമുള്ളതാണ്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം.